പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാവിലെ കേട്ട വാർത്ത അതിദയനീയമായിരുന്നു. വല്ലാത്ത ഹൃദയം നൊന്തുപോകുന്ന, ഹൃദയം പൊട്ടിപ്പോകുന്ന വാർത്ത കേട്ടാണ് ഇന്ന് കേരളം ഞെട്ടിയുണർന്നത്. വയനാടിലെ ഉരുൾപൊട്ടലുണ്ടായിട്ട് ഒരുപാട് മനുഷ്യജീവനുകൾ മണ്ണിനടിയിൽ എപ്പോഴും കിടക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ കിടന്നുറങ്ങിയവർ ഇന്ന് രാവിലെ പ്രഭാതമായപ്പോൾ, ഇന്നലെ രാത്രിയുണ്ടായ പാതിരാത്രിയുണ്ടായ ഉരുൾപൊട്ടലില് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ആയുസ് മുഴുവനും കഷ്ടപ്പെട്ടത് മുഴുവനും, എല്ലാം കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും മണ്ണിനടിയിലേക്ക് അമർന്നു പോയിരിക്കുന്ന ഒരു വല്ലാത്ത ഹൃദയം നുറങ്ങുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും കണ്ടത്. അല്ലാഹുവേ, കരുടക്കടലായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ്, പടച്ചവനെ, എല്ലാവിധ പ്രകൃതി ദുരന്തത്തിൽ നിന്നും പ്രകൃതി ക്ഷോഭത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ മൃതദേഹങ്ങളാണ് ആ മൺകൂനയിൽ നിന്ന് ചുമന്നുകൊണ്ട് രക്ഷാപ്രവർത്തകർ എടുത്തുകൊണ്ടു പോകുന്നത് കാണുമ്പോൾ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. അല്ലാഹുവേ, എത്ര പേരുടെ വീടുകളാണ് നഷ്ടപ്പെട്ടു പോയത്, എത്ര പേരുടെ സമ്പാദ്യം മുതലാണ് മുഴുവനും നഷ്ടപ്പെട്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്. വല്ലാത്തൊരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ വയനാട് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അല്ലാഹുവേ, നീയല്ലാതെ നിങ്ങൾക്ക് ആരുമില്ല. അല്ലാഹ്, നീ സംരക്ഷിക്കണേ തമ്പുരാനെ. എല്ലാവിധ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ, നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വല്ലാത്ത ഒരു ദുഃഖവാർത്തയാണ് പ്രിയപ്പെട്ടവർ. എല്ലാവരും ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. കാരണം ഉറ്റവരും ഉടയവരും പലർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്തിനേറെ കുഞ്ഞുമക്കളടക്കം എല്ലാ നിമിഷങ്ങൾക്കുള്ളിൽ കലിതുള്ളി വന്ന മലവെള്ളപ്പാച്ചിലിൽ എല്ലാം തകർന്ന് നിഷ്പ്രയാസം തകർന്ന് തരിപ്പണമായി പോയിരിക്കുകയാണ്. എല്ലാവരും ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. വല്ലാത്തൊരവസ്ഥയാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സാക്ഷിയുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. എത്രയോ ദുരന്ത വാർത്തകൾ നമ്മൾ ഇതുപോലെ കേൾക്കുന്നവരാണ്. ഓരോ ദിവസങ്ങളിലും ഓരോരോ സ്ഥലങ്ങളിലാണ്. ഇപ്പൊ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. ഏതായാലും എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ രക്ഷാദൗത്യങ്ങൾ അതെല്ലാം പൂർത്തീകരിക്കാനും മരണവ്യാപ്തി കുറയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായെന്ന് നമുക്കറിയില്ല. ഒരുപാട് പേര് അവിടെ വല്ലാത്ത മഴ കൂടിയപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി താമസിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. ഏതായാലും മരണവ്യാപ്തി കുറയട്ടെ, മരണസംഖ്യ കുറയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളെ കൈവിടല്ല തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ ഒരിക്കലും കൈവിടല്ല റബ്ബേ. ഇതുപോലത്തെ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി ക്ഷോഭങ്ങളും നിന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ തമ്പുരാനെ.